സമരം നടത്തുന്ന സാമൂഹിക പ്രവർത്തക VP സുഹ്റയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് ഈവനിംഗ്. എന്താണ് വിവരങ്ങൾ? ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാവിലെ 10 മണി മുതലാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ VP സുഹ്റ ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ആരംഭിച്ചത്. പ്രധാനമായും മുസ്ലിം വ്യക്തി നിയമത്തിൽ ഭേദഗതി വേണം എന്ന ആവശ്യമാണ്. ഈ സ്വത്തവകാശം സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ളതിന് സമാനമായി തന്നെ തുല്യമായി തന്നെ സ്വത്തവകാശം വേണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ പോലും ഡൽഹി പോലീസ് 2 ദിവസത്തേക്ക് സമരത്തിന് അനുമതി നൽകുകയായിരുന്നു. ഇന്നും നാളെയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സമരം നടത്താനാണ് ജന്തർ മന്ദിറിൽ VP സുഹ്റയ്ക്ക് അനുമതി നൽകിയിരുന്നത്. ഇന്ന് 1 മണിക്ക് ഈ സമയപരിധി പൂർത്തിയായപ്പോൾ തന്നെ പോലീസ് എത്തി സമയപരിധി പൂർത്തിയായി എന്ന് അറിയിച്ചു, മാറണം എന്ന് അറിയിച്ചു. എന്നാൽ തന്റെ സമരം അനിശ്ചിതകാല സമരമാണ് എന്ന് VP സുഹ്റ വ്യക്തമാക്കുകയായിരുന്നു. കാരണം ഈ സമരത്തിന് അനുമതി തേടിക്കൊണ്ട് നൽകിയ അപേക്ഷയിൽ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം എന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ പോലീസ് ഇപ്പോൾ ഈ സമരവേദിയായ ജന്തർ മന്ദിർ റോഡിൽ ഈ സമരത്തിന് അനുമതി തേടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ മാത്രമാണ് സമരത്തിന് അനുമതി നൽകുന്നത്. അനിശ്ചിതകാല സമരങ്ങൾ നീണ്ടുപോകുന്നത് ഒഴിവാക്കുന്നതിനാണ് അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് പോലീസ്. ഈ ഒരു സമയപരിധി ലംഘിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ VP സുഹ്റയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസാണ്. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു VP സുഹ്റ. ഈ വിഷയത്തിൽ ഒരു ഫലം കാണുന്നത് വരെ ജലപാനം ഇല്ല എന്നാണ് അവർ ഇന്നലെ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞത്. പിന്നീടാണ് ഇന്ന് സമരത്തിലേക്ക് നീങ്ങിയത്. ഡൽഹി സാങ്കേതികമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സമരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞു എന്ന പേരിലാണ് VP സുഹ്റയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.